ഹലോ അനിമേ ലവേഴ്സ്. ഈ അടുത്തിടെ വളരെ ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പുതിയ അനിമേഷനാണ് സോളോ ലെവലിംഗ്. ഞാനിതിനെ അനിമേഷൻ എന്ന് പറയാൻ കാരണം സാധാരണയായിട്ട് നമ്മൾ ജാപ്പനീസ് അനിമേഷനെയാണ് അനിമേ എന്ന് പറയാറുള്ളത്. സോ ഇതൊരു ജാപ്പനീസ് അനിമേഷൻ അല്ല, സൗത്ത് കൊറിയയിലെ ഒരു മംഗ്വയെ ബേസ് ചെയ്തുണ്ടാക്കിയ ടെലിവിഷൻ സീരീസ് ആണിത്. സോ അനിമേ എന്ന് പറയണോ അല്ലെങ്കിൽ അനിമേഷൻ എന്ന് പറയണോ എന്ന് തീരുമാനിക്കേണ്ടത് അത് നിങ്ങളാണ്. ഞാനിപ്പോൾ തൽക്കാലം സോളോ ലെവലിംഗിലേക്ക് വരാം. ഇതിൽ മൊത്തം 2 സീസൺ ഉണ്ട്. ഇതിലെ ആദ്യത്തെ സീസണിൽ 12 എപ്പിസോഡാണുള്ളത്. സീസൺ 1 ഇറങ്ങിയിട്ടിപ്പോ ഏകദേശം 1 വർഷമായി. ഈ 1 വർഷത്തിനിടയിൽ ഞാൻ സീസൺ 1ലെ 1ാമത്തെ എപ്പിസോഡ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് സീസണിലെ ഫസ്റ്റ് എപ്പിസോഡ് ഇറങ്ങിയ രാത്രി 12 മണിക്ക് ആ എപ്പിസോഡ് ഞാനിരുന്ന് കണ്ടു. അത് കണ്ട് തീർത്തതിന് ശേഷം അടുത്ത എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യാതെ അന്ന് രാത്രി തന്നെ അതിന്റെ മംഗ്വ ഡൗൺലോഡ് ചെയ്തു. അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ഇതിന്റെ 200ാമത്തെ ചാപ്റ്റർ വരെ ഞാൻ വായിച്ചു തീർത്തു. ഏകദേശം 200ാമത്തെ ചാപ്റ്ററിലാണ് കഥ തീരാനാവുന്നത്. അതിനുശേഷം നെക്സ്റ്റ് ജനറേഷന്റെ കഥയൊക്കെ ഉണ്ട്, അതിലേക്കൊക്കെ നമുക്ക് പിന്നെ വരാം. സോ അന്നത്തെ ഫസ്റ്റ് എപ്പിസോഡിന്റെ ക്യൂരിയോസിറ്റി കൊണ്ട് മുഴുവൻ കഥ ഞാൻ ഒറ്റ രാത്രി കൊണ്ട് വായിച്ചു തീർത്തു. അത് വായിച്ചു തീർത്തപ്പോൾ ഒരു മംഗ്വ വായിക്കുന്ന ഫീൽ അല്ല എനിക്ക് കിട്ടിയത്, പകരം ഒരു അനിമേഷൻ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ. കൂടാതെ ഓരോ ചാപ്റ്റർ കഴിയുന്തോറും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പേഴ്സണലി എനിക്ക് ഓവർ പവേർഡ് ആയിട്ടുള്ള ചില അനിമേഷനോട് മാത്രം താല്പര്യമില്ല. അതിൽ കുറച്ച് അനിമേ മാത്രമേ എനിക്ക് ഇഷ്ടമുള്ളൂ. അതിലിപ്പോൾ ഒന്നാണ് ഈ സോളോ ലെവലിംഗ്. ഇതിൽ ക്യാരക്ടറിന്റെ ഡെവലപ്മെന്റ് അത്യാവശ്യം നല്ലതുപോലെ കൊടുത്തിട്ടുണ്ട്. കാണുമ്പോൾ നമുക്ക് ആ ക്യാരക്ടറിന്റെ ഡെവലപ്മെന്റ് മനസ്സിലാവും. ഒറ്റയടിക്ക് കയറി പവർ കിട്ടിയതല്ല, പകരം ഈ മംഗ്വയുടെ പേര് പോലെ സോളോ ലെവലിംഗ് ഒറ്റയ്ക്ക് നിന്ന് ലെവലപ്പായി വരിക. ഓരോ എപ്പിസോഡ് അല്ലെങ്കിൽ ഓരോ ചാപ്റ്റർ കഴിയുന്തോറും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരും. അത്രയ്ക്ക് നല്ല അനിമേഷൻ അല്ലെങ്കിൽ അത്രയ്ക്ക് നല്ല മംഗ്വ ഇതുവരെ ഈ ഒരു അനിമേഷൻ കണ്ടിട്ടില്ലെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യരുത്. നിങ്ങൾ എന്തായാലും പോയി കാണണം. സോ അതുകൊണ്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സോളോ ലെവലിംഗിന്റെ ഇതുവരെ ഇറങ്ങിയ മുഴുവൻ എപ്പിസോഡ്സും ആണ്. അതായത് സീസൺ 1ഉം സീസൺ 2ഉം ഒരു റീക്യാപ്പ് പോലെ. അതിനുശേഷം നിങ്ങളെല്ലാവരും കമന്റ് ചെയ്ത് ചോദിച്ചതുപോലെ ഇതിന്റെ മംഗ്വ ചെയ്യാൻ എനിക്കൊരു പ്ലാനിങ് ഉണ്ട്. സോ അതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യാം. ചെയ്യണോ അതോ വേണ്ടയോ എന്ന്. മെജോറിറ്റി ആൾക്കാർ എന്താണോ പറയുന്നത് അത് നമ്മൾ ചെയ്തിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുക. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാ അനിമേ ലവേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനിമോ എക്സ്പോഷ്യർ. 3 വർഷങ്ങൾക്ക് മുമ്പ് ജെജു ഐലൻഡ് എന്ന് പറയുന്ന ഒരു ഐലൻഡിൽ വെച്ച് നടക്കുന്ന സംഭവം കാണിച്ചുകൊണ്ടാണ് ഈ ഒരു കഥ ആരംഭിക്കുന്നത്. ജെജു ഐലൻഡിൽ ഒരുപാട് മോൺസ്റ്റേഴ്സ് ഉണ്ട്, ഒരുപാട് ഡീമൺസ്. മനുഷ്യരെ കൊല്ലുന്ന, മനുഷ്യർക്ക് ഉപദ്രവമായിട്ടുള്ള ഈ ഡീമൺസിനെ കൊല്ലാൻ സാധാരണ മനുഷ്യർക്കോ അല്ലെങ്കിൽ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാർക്കോ കൊല്ലാൻ കഴിയില്ല. ഒരു പ്രത്യേക മാജിക് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇതിനെ കൊല്ലാൻ പറ്റുള്ളൂ. ഇപ്പോൾ ജെജു ഐലൻഡിൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മോൺസ്റ്റേഴ്സിനെ കൊല്ലാൻ അവിടേക്ക് ഒരുപാട് മാജിക് യൂസ് ചെയ്യുന്ന ആൾക്കാർ വരുന്നു. ഇവരാണ് ആ പ്രത്യേക തരം മോൺസ്റ്റേഴ്സിനെ കൊല്ലുന്ന ആൾക്കാർ. ഇപ്പോൾ വന്ന ആൾക്കാർ ഒരുപാട് മോൺസ്റ്റേഴ്സിനെ കൊന്നു. പക്ഷേ സാധാരണ മോൺസ്റ്റേഴ്സിനെക്കാളും പവർഫുൾ ആയിട്ടുള്ള മോൺസ്റ്റേഴ്സ് വന്നപ്പോൾ അവർക്ക് അതിനെ കൊല്ലാൻ കഴിയുന്നില്ല. അപ്പോൾ അവരെക്കാളും പവർഫുൾ ആയിട്ടുള്ള ആൾക്കാർ വന്ന് ആ ജെജു ഐലൻഡിലുള്ള മോൺസ്റ്റേഴ്സിനെ മുഴുവൻ കൊന്നു കളയുന്നു. സോ ഇവരാരാണ്, ആ മോൺസ്റ്റേഴ്സ് ഒക്കെ എന്താണെന്ന് അറിയണമെങ്കിൽ ഈ ലോകത്ത് 10 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങൾ നമ്മൾ അറിയണം. 10 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യർ ജീവിക്കുന്ന ഈ ലോകത്ത് മറ്റേതോ ഒരു ലോകത്തിനെ ബന്ധിപ്പിക്കുന്ന ഒരുപാട് ഗേറ്റ് ഓപ്പൺ ആയി, ഒരുപാട് പോർട്ടൽസ് ഓപ്പൺ ആയി. അതിന്റെ അകത്ത് നിന്ന് ഈ ലോകത്തേക്ക് വന്നതാണ് ഈ മോൺസ്റ്റേഴ്സ്. അവറ്റങ്ങളെ മാജിക് ക്രീച്ചേഴ്സ് എന്നും പറയും. മനുഷ്യർക്ക് ഉപദ്രവമായിട്ടുള്ള ആ ജീവികളെ സാധാരണ വെപ്പൺസോ മനുഷ്യന്മാരെ കൊണ്ടോ കൊല്ലാൻ കഴിയില്ല. പകരം ആ ഡീമൺസിനെ കൊല്ലാൻ ഈ ഭൂമിയിൽ തന്നെയുള്ള ആൾക്കാരാണ് ഹണ്ടേഴ്സ്. ഈ ഹണ്ടേഴ്സിന്റെ അകത്ത് മാജിക് പവർ ഉണ്ട്. ഓരോരുത്തരുടെയും അകത്തുള്ള മാജിക് പവർ അനുസരിച്ച് അവരെ എസ് മുതൽ ഈ വരെയുള്ള റാങ്കിലേക്ക് തിരിക്കും. ഒരു ഹണ്ടർ ആവണമെങ്കിൽ അവരുടെ അകത്തുള്ള മാജിക് പവർ അവേക്കൻ ആവണം. ഒരു പ്രാവശ്യം അവേക്കനായി അവരുടെ റാങ്ക് തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് കുറഞ്ഞ റാങ്കിൽ നിന്ന് കൂടിയ റാങ്കിലേക്ക് അവരുടെ മാജിക് പവർ കൂട്ടാൻ ബുദ്ധിമുട്ടാണ്. അതായത് മാജിക് പവർ അവേക്കൻ ആയ ഒരു ഹണ്ടർ ഈ റാങ്കിലാണെങ്കിൽ അവരുടെ പവർ കൂട്ടി എസ് റാങ്കിലേക്ക് എത്താൻ അവർക്ക് ബുദ്ധിമുട്ടാവും. അവർക്ക് അതിനെ കൊണ്ട് പെട്ടെന്ന് കഴിയില്ല. സോ ഇതാണ് ഹണ്ടേഴ്സും മോൺസ്റ്റേഴ്സും. അടുത്തത് നമ്മൾ കാണുന്നത് 3 വർഷങ്ങൾക്ക് ഇപ്പുറം പ്രസന്റ് ഡേ ആണ്. സൗത്ത് കൊറിയയിലെ സിയോളിൽ ഒരു ഗേറ്റ് ഓപ്പൺ ആയി. അതുകൊണ്ട് ആ ഗേറ്റിലെ ഡീമൺസിനെ കൊല്ലാൻ അവിടേക്ക് ഒരുപാട് ഹണ്ടേഴ്സ് വന്നിട്ടുണ്ട്. ആ ഹണ്ടേഴ്സിലെ കിം എന്ന് പറയുന്ന ഒരാള് അവിടേക്ക് വരുന്ന പാർക്ക് എന്ന് പറയുന്ന ഒരാളോട് നിന്നെ ഒരുപാട് നാളല്ലോ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു നീ ഇനി വരില്ല എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും സംസാരിച്ച് നിൽക്കുമ്പോൾ അപ്പോഴാണ് അവിടേക്ക് നമ്മുടെ ഹീറോ വരുന്നത്. ഇവന്റെ പേര് സങ് ജിൻവു. അവനെ കാണുന്ന അവിടെയുള്ള എല്ലാ ഹണ്ടേഴ്സും അവനോട് പ്രത്യേകിച്ച് സംസാരിക്കുന്നത് കണ്ട് പാർക്ക് വിചാരിക്കും അവൻ ഏതോ വലിയ ആളാണെന്ന്. അപ്പൊ പാർക്കിനോട് കിം പറഞ്ഞു കൊടുക്കും അവൻ അത്ര വലിയ ഹണ്ടർ ഒന്നുമല്ല, അവനൊരു ചെല്ലപ്പേര് കൂടെയുണ്ട്, ദ വീക്കസ്റ്റ് ഹണ്ടർ. കൂട്ടത്തിലെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഹണ്ടർ അവനാണ്. അവൻ ഈ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നടക്കാൻ പോകുന്ന റെയ്ഡ് ഏറ്റവും സുഖമുള്ളതായിരിക്കും എന്നിങ്ങനെ അവർ ജിൻവുവിനെ കുറിച്ച് സംസാരിക്കുന്നു. ശേഷം ഒരു പെണ്ണ് ജിൻവുവിന്റെ അടുത്ത് വന്ന് നിനക്ക് കഴിഞ്ഞ റൈഡിൽ ഒരുപാട് പരിക്ക് പറ്റിയല്ലേ എന്ന് പറഞ്ഞ് അവനെ ചീത്ത പറയുന്നു. ഈ പെണ്ണിന്റെ പേര് ജൂഹി, ജിൻവുവിന്റെ ഒരു അടുത്ത ഫ്രണ്ടാണ്. ഒരു ബി റാങ്ക് ഹണ്ടർ ആയ ഇവളുടെ പവർ എന്താന്ന് വെച്ചാൽ ഇവൾക്ക് ഹീൽ ചെയ്യാൻ കഴിയും. ഇവളൊരു ഹീലറാണ്. റൈഡ് നടക്കുന്ന സമയത്ത് പരിക്ക് പറ്റുന്ന ആൾക്കാരെ ഇവള് ഹീൽ ചെയ്യും. അതാണ് ജൂഹിയുടെ പവർ. അങ്ങനെ ഇപ്പൊ അവിടെ കൂടിയിരിക്കുന്ന എല്ലാ ഹണ്ടേഴ്സും ആ ഗേറ്റിന്റെ അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ കിമ്മി ജിൻവുവിനോട് അവരുടെ പുറകിൽ നിന്ന് മാറി പോകരുതെന്ന് പറയുന്നു. ജിൻവു ആവട്ടെ അവന്റെ കയ്യിലുള്ള മൊത്തം പൈസ വെച്ച് കിട്ടുന്ന ഒരു ചെറിയ കത്തിയുമായിട്ടാണ് ഗേറ്റിന്റെ അകത്തേക്ക് പോകുന്നത്.
പോകുന്നത്. ഇതേസമയം മറ്റൊരു ഭാഗത്ത് ചെയർമാൻ ഗോ എന്ന് പറയുന്ന ഒരാൾ തന്റെ മുൻപിൽ നിൽക്കുന്ന ആളോട് സംസാരിക്കുന്നു. ഗവൺമെന്റ് ഓരോ പുതിയതായിട്ട് തുറക്കുന്ന ഡഞ്ചൻസിനെ കുറിച്ച് ആശങ്കയിലാണ്. എന്നിരുന്നാലും അവർ ഹണ്ടേഴ്സിനോട് പറ്റുന്നത്ര വിലമതിക്കുന്ന സ്റ്റോൺസ് കളക്ട് ചെയ്യാൻ പറയുന്നുണ്ട് എന്ന് പറഞ്ഞ് തന്റെ കയ്യിലുള്ള ഒരു സ്റ്റോൺ അയാൾ എടുത്തു നോക്കുന്നു. സോ ഈ സ്റ്റോൺ ഉപയോഗിച്ചിട്ടാണ് ഹണ്ടേഴ്സ് പൈസ ഉണ്ടാക്കുന്നത്. അത് അവർക്ക് കിട്ടുന്നത് ഓരോ ഡഞ്ചന്റെ അകത്തുനിന്നും അഥവാ ഗേറ്റിന്റെ അകത്തു നിന്ന് അവിടെയുള്ള മാജിക് ബീസ്റ്റിനെ കൊല്ലുമ്പോഴാണ് അവർക്ക് ഈ സ്റ്റോൺ കിട്ടുന്നത്. ഇവിടെ സങ് ജിൻവു ഒരു മാജിക് ബീസ്റ്റിനെ കൊന്ന് അതിന്റെ അകത്തുള്ള സ്റ്റോൺ എടുത്ത് സന്തോഷത്തോടെ നിൽക്കുന്നു. പെട്ടെന്ന് അവനെ ഒരു ബീസ്റ്റ് വന്ന് അറ്റാക്ക് ചെയ്യുന്നു, ഒരു ഗോബ്ലിൻ. ആ ഗോബ്ലിൻ ജിൻവുവിന്റെ വയറിന് കുത്തി. അപ്പൊ അവൻ ആ ഗോബ്ലിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടുത്തുന്നത് പാർക്കാണ്. എന്നിട്ട് മുറിവ് പറ്റിയ ജിൻവുവിനെ ജൂഹി വന്ന് ഹീൽ ചെയ്യുന്നു. വീണ്ടും പ്രസിഡന്റ് ഗോയിലേക്ക് തിരിച്ചു വരുമ്പോൾ തന്റെ കൂടെയുള്ള അസിസ്റ്റന്റിനോട് എസൻസ് സ്റ്റോൺ ഉപയോഗിച്ച് ഒരുപാട് പവർഫുൾ ആയിട്ടുള്ള വെപ്പൺസ്, ഗിയർസ് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് ഉപയോഗിച്ച് ഹൈ റാങ്കിലുള്ള ബീസ്റ്റിനെയും കൊല്ലാൻ പറ്റും. എന്നാൽ ഡഞ്ചനിലുള്ള മാന ക്രിസ്റ്റൽസ് ഉപയോഗിച്ച് പവർഫുൾ ആയിട്ടുള്ള വെപ്പൺസ് ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം അത് അത്രയ്ക്ക് പവർഫുൾ അല്ല. സോ ഈ വേൾഡില് എസൻസ് സ്റ്റോൺ അതുപോലെ മാന ക്രിസ്റ്റൽസ് എന്ന് പറയുന്ന രണ്ട് തരം സോഴ്സ് ഉണ്ട്. അതിലെ എസൻസ് സ്റ്റോണിന് അത്യാവശ്യം വിലയുണ്ട്. അത് ഉപയോഗിച്ച് ഹൈ റാങ്കിലെ ബീസ്റ്റിനെ കൊല്ലാനുള്ള വെപ്പൺസ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അതിൽ നിന്ന് ഒരുപാട് എനർജി കിട്ടും. അതുപോലെ അത് പെട്ടെന്ന് കിട്ടില്ല. എന്നാൽ മാന സ്റ്റോൺസ് അങ്ങനെയല്ല. എല്ലാ ഡഞ്ചനിലും ഒരുപാട് മാന സ്റ്റോൺസ് ഉണ്ടാവും. അത് പെട്ടെന്ന് എടുക്കാനും പറ്റും, അത്യാവശ്യം വിലയ്ക്ക് വിൽക്കാനും പറ്റും. അവർക്ക് അത് എനർജി സോഴ്സ് ആയിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. സോ ഈ രണ്ട് സോഴ്സ് ഉപയോഗിച്ചിട്ടാണ് ഹണ്ടേഴ്സ് അവർക്ക് വേണ്ട പൈസയും അവർക്ക് വേണ്ട എനർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഇവിടെ ജിൻബുവിന്റെ കൂടെ വന്ന ഹണ്ടേഴ്സ് ആ ഡഞ്ചനിലെ ബോസ് ആയിട്ടുള്ള ബീസ്റ്റിനെ കൊന്നു. ഒരു ഡഞ്ചനിലെ ബോസിനെ കൊന്നു കഴിഞ്ഞാൽ ആ ഡഞ്ചൻ ക്ലോസ് ആവും. എന്നാൽ അവർ നിൽക്കുന്ന ഡഞ്ചൻ ഇതുവരെ ക്ലോസ് ആയിട്ടില്ല. അപ്പോഴാണ് അവരുടെ കൂടെയുള്ള മറ്റുള്ള ഹണ്ടേഴ്സ് അവിടെ ഒരുപാട് നീളമുള്ള ഒരു വഴി കാണുന്നത്. അത് കാണുന്ന അവര് ചിലപ്പോൾ ഇതൊരു ഡബിൾ ഡഞ്ചൻ ആയിരിക്കും എന്ന് പറയുന്നു. ഡബിൾ ഡഞ്ചൻ എന്ന് പറഞ്ഞാൽ ഒരു ഡഞ്ചന്റെ അകത്ത് മറ്റൊരു ഡഞ്ചനും കൂടെ ഉണ്ടാവും. സോ ഇപ്പൊ അവർക്ക് ഇത് ഡബിൾ ഡഞ്ചൻ ആണെന്ന് മനസ്സിലായി. അതുകൊണ്ട് അതിന്റെ അകത്തേക്ക് അവരെല്ലാവരും പോകാൻ തുടങ്ങുന്നു. കാരണം അവർക്ക് ആവശ്യമായിട്ടുള്ള പൈസ ഇതുവരെ അതിന്റെ അകത്തുനിന്ന് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഇനി അതിന്റെ അകത്തേക്ക് പോയാൽ കുറച്ചുകൂടെ പൈസ കിട്ടിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ കൂട്ടത്തിലെ 6 പേര് അതിന്റെ അകത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് വോട്ട് ചെയ്തു. ബാക്കിയുള്ള 6 പേര് അതിന്റെ അകത്തേക്ക് പോകണ്ടെന്ന് വോട്ട് ചെയ്തു. ഇനി അവസാനം വോട്ട് ചെയ്യേണ്ടത് ജിൻബു ആണ്. അവൻ പറയുന്നത് അനുസരിച്ചായിരിക്കും അവരകത്തേക്ക് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. ഈ ഒരു ഡി റാങ്ക് ഡഞ്ചൻ ഒരുപാട് അപകടം നിറഞ്ഞാണെന്ന് അവനറിയാം. പക്ഷെ അവന്റെ അച്ഛനെ കാണാതായ അന്ന് മുതൽ അവന്റെ കുടുംബത്തിനെ മുഴുവൻ നോക്കുന്നത് ജിൻബു ആണ്. അതുപോലെ അവനെയും അവന്റെ കുടുംബത്തെയും നല്ലതുപോലെ നോക്കാൻ അവന് പണം വേണമെന്ന് ചിന്തിച്ച് ജിൻബു ആ ഡഞ്ചന്റെ അകത്തേക്ക് പോവാന്ന് പറയുന്നു. ഇവിടെ മറ്റൊരു ഭാഗത്ത് ഒരു ഏജന്റ് എസ് റാങ്ക് ഹണ്ടർ ചോയെ വിളിച്ച് ഒരു ബി റാങ്ക് ഹണ്ടറും 2 സി റാങ്ക് ഹണ്ടറും അവരുടെ കൂടെ പോകാൻ സമ്മതിച്ചു എന്ന് പറയുന്നു. അത് കേട്ട ചോയ് അവര് പോകുന്നത് വെറുതെയാണ്, കാരണം അവരുടെ കൂടെ എസ് റാങ്ക് ഹണ്ടർ ചാഹേൻ ഉണ്ടെന്ന് പറയുന്നു. ഇപ്പോഴാണ് ചാഹേൻ എന്ന് പറയുന്ന പെണ്ണിനെ കാണിക്കുന്നത്. 2 പേര് ബാഗ് മോഷ്ടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഈ ചാഹേൻ എന്ന് പറയുന്ന എസ് റാങ്ക് ഹണ്ടർ അവരെ അടിച്ച് അവരുടെ അടുത്ത് നിന്ന് ആ ബാഗ് വാങ്ങി. എസ് റാങ്ക് ഹണ്ടർ ചാഹേനെ കണ്ട അവിടെയുള്ള എല്ലാ ജനങ്ങളും അവൾക്ക് ചുറ്റും വന്നുകൂടി. പെട്ടെന്ന് ചാഹേൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവിടെയുള്ള ബിൽഡിങ്ങിന്റെ മുകളിലേക്കൊക്കെ ചാടി അവിടെ നിന്ന് പോവുകയാണ്. ഇവിടെ ജിൻബു അവന്റെ കൂടെയുള്ള ഹണ്ടേഴ്സും രണ്ടാമത്തെ ഡഞ്ചനിലേക്കുള്ള വഴിയിലൂടെ 40 മിനിറ്റ് ആയിട്ട് നടന്നു പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അവർ പോകുന്ന വഴിക്ക് വെച്ച് ജൂഹി ജിൻബുവിനെ ചീത്ത പറയുന്നു. കാരണം അവൻ നേരത്തെ മരിക്കേണ്ടതായിരുന്നു. എന്നിട്ടും അവൻ ഡഞ്ചനിലേക്ക് പോകാനുള്ള ഒരു തീരുമാനം എടുത്തു. അതുകൊണ്ടാണ് ജൂഹി അവനോട് ദേഷ്യപ്പെടുന്നത്. ശേഷം അവരെല്ലാവരും ആ ഡഞ്ചനിലേക്ക് കയറാനുള്ള വാതിൽ കണ്ടു. അങ്ങനെ അവരെല്ലാവരും ആ ഡഞ്ചന്റെ അകത്തേക്ക് കയറി. ഈ ഒരു ഡഞ്ചൻ അവർ ഇതുവരെ കണ്ടതുപോലെയല്ല, ഒരുപാട് വ്യത്യാസമുണ്ട്. കൂടാതെ അവിടെ ഒരുപാട് പ്രതിമകളുണ്ട്. ആ കൂട്ടത്തില് ഏറ്റവും വലിയൊരു പ്രതിമയുണ്ട്. അവിടെയുള്ള ഒരു പ്രതിമയുടെ കയ്യിലെ ഒരു പഴയകാല എഴുത്ത് അവർ കണ്ടു. അതെല്ലാവരും വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജൂഹി പേടിച്ച് ജിൻബുവിനോട് അവൾ ആ വലിയ പ്രതിമയുടെ കണ്ണനങ്ങുന്നതായിട്ട് കണ്ടു എന്ന് പറയുന്നു. പെട്ടെന്ന് ആ സ്ഥലത്തെ വാതിൽ ക്ലോസ് ആയി. അതുകൊണ്ട് പേടിച്ച് ഒരു ഹണ്ടർ പുറത്തേക്ക് പോകാൻ ശ്രമിക്കുന്നു. പെട്ടെന്ന് ആ വാതിലിന്റെ അടുത്തുള്ള സ്റ്റാച്ചു അവന് വെട്ടിക്കൊന്നു. അതുകൊണ്ട് എല്ലാവരും പേടിച്ച് നിൽക്കുമ്പോൾ ആ പുറകിലുള്ള വലിയ സ്റ്റാച്ചു പെട്ടെന്ന് ജിൻബുവിനെ നോക്കി. എന്നിട്ട് ആ സ്റ്റാച്ചു അതിന്റെ കണ്ണിലുള്ള ലേസർ കൊണ്ട് പെട്ടെന്ന് അവരെ അറ്റാക്ക് ചെയ്യുന്നു. ആ ഒരു അറ്റാക്കിൽ ഒരാൾ മരിച്ചുപോയി. ആ സ്റ്റാച്ചു അവരെ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് ജിൻബു അവിടെയുള്ള എല്ലാവരോടും കുനിയാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് മാത്രം ഒരുപാട് പേര് രക്ഷപ്പെട്ടു. എന്നാൽ അവരുടെ ക്യാപ്റ്റന്റെ കൈ മുറിഞ്ഞിരുന്നു. അതുകൊണ്ട് ജിൻബു ചോര പോകാതിരിക്കാൻ വേണ്ടി അയാളുടെ മുറിഞ്ഞുപോയ കൈ കെട്ടിക്കൊടുത്തു. ക്യാപ്റ്റൻ ഇത്രയും നാളത്തെ അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഈ സ്റ്റാച്ചു ചിലപ്പോൾ ഒരു എ റാങ്ക് അല്ലെങ്കിൽ ഒരു എസ് റാങ്ക് ആയിരിക്കും എന്ന് ജിൻബുവിന് പറഞ്ഞു കൊടുക്കും. ശേഷം ജിൻബുവിന് മനസ്സിലായി ആ കല്ലിൽ എഴുതി വെച്ച കാര്യങ്ങൾ എന്താണെന്ന്. 1 ദൈവത്തിനെ ബഹുമാനിക്കണം, 2 ദൈവത്തിനെ പ്രാർത്ഥിക്കണം, 3 ദൈവത്തിനെ വിശ്വസിക്കണം. സോ അവിടെയുള്ള ദൈവം ആ സ്റ്റാച്ചു ആണെന്ന് മനസ്സിലാക്കുന്ന ജിൻബു ആദ്യം എഴുന്നേറ്റ് നിൽക്കും. അപ്പോൾ ആ സ്റ്റാച്ചു അവനെ അറ്റാക്ക് ചെയ്യാൻ വരും. പെട്ടെന്ന് ജിൻബു മുട്ടുകുത്തിയപ്പോൾ ആ സ്റ്റാച്ചു അവനെ അറ്റാക്ക് ചെയ്യുന്നില്ല. സോ മുട്ടുകുത്തി നിന്ന് ദൈവത്തിനെ ബഹുമാനിച്ചാൽ അത് അവരെ അറ്റാക്ക് ചെയ്യില്ല. ഇത് മനസ്സിലാക്കുന്ന ജിൻബു അവന്റെ കൂടെയുള്ള എല്ലാവരോടും ഇത് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ എല്ലാവരും ആ സ്റ്റാച്ചുവിന്റെ മുൻപിൽ മുട്ടുകുത്തി. പെട്ടെന്ന് ആ സ്റ്റാച്ചു ഒരു മാതിരി ചിരിച്ചിരിച്ചു. എന്നിട്ട് ആ സ്റ്റാച്ചു ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് അവർക്ക് നേരെ നടന്നു വരുന്നു. അത് കണ്ട് അവരുടെ കൂടെയുള്ള ഒരു ഹണ്ടർ ഇനിയും മുട്ടുകുത്തി ഇരുന്ന് പ്രാർത്ഥിച്ചാൽ ആ ദൈവം ഒന്നും ചെയ്യില്ല എന്ന് വിചാരിച്ച് അവിടെ മുട്ടുകുത്തി ഇരുന്ന് പ്രാർത്ഥിക്കുന്നു. നടന്നു വന്ന സ്റ്റാച്ചു അവിടെ അവനെ ചവിട്ടി കൊന്നു. കൂടാതെ അവിടെയുള്ള മറ്റ് സ്റ്റാച്യൂസും ഹണ്ടേഴ്സിനെ അറ്റാക്ക് ചെയ്ത് കൊന്നു. ഇത് കണ്ട് പേടിക്കുന്ന ജിൻബു പെട്ടെന്ന് ചുറ്റും നോക്കുമ്പോൾ ചില സ്റ്റാച്യൂസിന്റെ കയ്യിൽ മാത്രം ആയുധമില്ല, പകരം ഓരോരോ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് ആണുള്ളത്. അതുകൊണ്ട് അവൻ എല്ലാവരോടും ആ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് പിടിച്ചു നിൽക്കുന്ന സ്റ്റാച്യൂസിന്റെ അടുത്ത് പോയി നിൽക്കാൻ പറയുന്നു. അത് കേട്ട് എല്ലാവരും പെട്ടെന്ന് ആ സ്റ്റാച്യൂസിന്റെ മുൻപിൽ പോയി നിന്നു. എന്നിട്ട് ജിൻബു ജൂഹിയെ ഒരു സ്റ്റാച്ചുവിന്റെ മുൻപിൽ നിർത്തിയിട്ട് അവൻ മറ്റൊരു സ്റ്റാച്ചുവിന്റെ അടുത്തേക്ക് ഓടി പോകുന്നു. പെട്ടെന്ന് അവന്റെ പുറകിലൂടെ വന്ന ആ വലിയ സ്റ്റാച്ചു അവനെ ചവിട്ടി. അങ്ങനെ ജിൻബുവിന് അവന്റെ കാല് പോയി. എന്നാലും എഴഞ്ഞ് ജിൻബു ആ സ്റ്റാച്ചുവിന്റെ അടുത്തെത്തി, ഒരു പാട്ട് പാടുന്ന സ്റ്റാച്ചുവിന്റെ അടുത്ത്. അതുകൊണ്ട് അവനെ ചവിട്ടാൻ വന്ന ആ വലിയ സ്റ്റാച്ചു അവനെ ചവിട്ടാതെ അത് ഇരുന്ന ഭാഗത്ത് പോയി ഇരുന്നു. ഇനി കുറച്ച് ഹണ്ടേഴ്സ് മാത്രമേ ജീവനോടെ ഉള്ളൂ, ബാക്കിയുള്ള എല്ലാവരും മരിച്ചുപോയി. ഇപ്പോൾ ആ സ്റ്റാച്ചു ആ സ്ഥലത്തിന്റെ നടുവിലായിട്ട് ഒരു
ഒരു അൽത്താര കൊണ്ടുവന്നു. അതായത് ദൈവത്തിന് ബലി കൊടുക്കുന്ന ഒരു കല്ല് കൊണ്ടുവന്നു. അത് കാണുന്ന ജിൻവു ഇതാണ് അതിലെഴുതിയ മൂന്നാമത്തെ കാര്യം, ദൈവത്തിനെ വിശ്വസിക്കുക. അതായത് ഒരാളെ ബലി കൊടുക്കണം. ഇത് കേൾക്കുന്ന ആ കൂട്ടത്തിലെ ക്യാപ്റ്റൻ ആ അൽത്താരയുടെ അകത്ത് പോയി നിന്നു. അപ്പൊ അവിടെ ഒരു തീ കത്തും. അത് കാണുന്ന ജിൻവു അവനെ അൽത്താരയുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ അവിടെയുള്ള ഹണ്ടേഴ്സിനോട് പറഞ്ഞു. അങ്ങനെ രണ്ടുപേര് ചേർന്ന് അവനെ അതിന്റെ അകത്തേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെ കൂടുതലായിട്ട് തീ കത്തും. ഇവരെല്ലാവരും ഈ ഡഞ്ചന്റെ അകത്തേക്ക് കയറിയിട്ട് ഏകദേശം 7 ദിവസമായി. സാധാരണ 7 ദിവസത്തിന്റെ ഉള്ളിൽ ഒരു ഡഞ്ചൻ ക്ലോസ് ചെയ്തിട്ടില്ലെങ്കിൽ ആ ഡഞ്ചൻ ബ്രേക്ക് ആയി അതിന്റെ അകത്തുള്ള എല്ലാ ബീസ്റ്റും മനുഷ്യർ ജീവിക്കുന്ന സ്ഥലത്തേക്ക് വരും എന്ന് ജിൻവു പറയുന്നു. ശേഷം ജിൻവു പറഞ്ഞ അനുസരിച്ച് അവരെല്ലാവരും ആ അൽത്താരയുടെ അകത്തേക്ക് കയറി. അവർ മുഴുവൻ ആൾക്കാരും അതിന്റെ അകത്തേക്ക് കയറിയതോടെ അവിടുന്ന് അവർക്ക് പോകാനുള്ള വാതിൽ തുറന്നു. അതുപോലെ ആ സ്റ്റാച്യൂസ് മുഴുവൻ അവരെ അറ്റാക്ക് ചെയ്യാൻ അവർക്ക് നേരെ നടന്നു വരുന്നു. അതുകൊണ്ട് അവർക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ജിൻവുവിനെ മാത്രം അവിടെ വിട്ടിട്ട് അവരെല്ലാവരും ആ വാതിൽ വഴി രക്ഷപ്പെട്ടു. അങ്ങനെ അകത്തുള്ള ജിൻവുവിനെയും ചേർത്ത് ആ വാതിൽ ക്ലോസ് ആയി. ശേഷം ആ സ്റ്റാച്യൂസ് എല്ലാം നടന്നു വന്ന് ജിൻവുവിനെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോഴൊക്കെ ജിൻവുവിന്റെ മനസ്സിൽ അവൻ വീക്കാണ്, അവൻ ഇനിയും സ്ട്രോങ് ആവണം, അവന് വീട്ടിലേക്ക് തിരിച്ചു പോകണം, എനിക്ക് മരിക്കേണ്ട, എനിക്ക് ഇനിയൊരു ചാൻസ് വേണം എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ആ സ്റ്റാച്യൂസ് ജിൻവുവിനെ അൽത്താരയിൽ കിടത്തി അവനെ വെട്ടി. അങ്ങനെ അവിടെയുള്ള അവസാനത്തെ തീ അണയുമ്പോൾ നിനക്കൊരു പ്ലെയർ ആവണമെന്ന് ചോദിച്ച് ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു. അതിന് ജിൻവു ആവട്ടെ യെസ് എന്ന് കൊടുത്തു. ഉടനെ കൺഗ്രാജുലേഷൻ, നിങ്ങളൊരു പ്ലെയർ ആയി എന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നു. ഉടനെ ഉറക്കത്തിൽ നിന്ന് ജിൻവു ചാടി എണീറ്റു. അവൻ ഇപ്പോഴുള്ളത് ഒരു ഹോസ്പിറ്റലിലാണ്. പക്ഷെ ആ സ്റ്റാച്യൂസ് അവനെ വെട്ടിയതിന്റെ ലക്ഷണമൊന്നും ഇപ്പൊ കാണാനില്ല. ആ സ്റ്റാച്യൂസ് അവന്റെ കയ്യും കാലും വെട്ടിയിരുന്നു. പക്ഷെ അവന്റെ കയ്യും കാലും അവിടെ തന്നെയുണ്ട്. അവൻ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് സംഭവിച്ചതൊന്നും അറിയില്ല. ആ സമയത്ത് അവന്റെ അടുത്തേക്ക് ഹണ്ടർ അസോസിയേഷൻ സർവേലൻസ് ടീമിലെ വു ജിൻചുൽ അതുപോലെ കാങ് തൈഷിക് എന്ന് പറയുന്ന രണ്ടുപേര് വരുന്നു. ഇതിലെ വു ജിൻചുലാണ് പ്രസിഡന്റ് ഗോയുടെ അസിസ്റ്റന്റ്, നമ്മൾ മുമ്പ് കണ്ട ആള്. അവർ വന്നിട്ട് ജിൻവുവിനോട് നിങ്ങൾ 6 പേര് മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ, അതിലെ ക്യാപ്റ്റൻ റിട്ടയർഡ് ആവാൻ പോവാണ്. അതുപോലെ അവിടെ നടന്ന സംഭവത്തിനെ തുടർന്ന് ജൂഹിയുടെ മാനസിക നില ശരിയല്ല, അതുകൊണ്ട് അവൾ ഇനി ഹണ്ടർ ആവില്ല. പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഒരാൾ പറഞ്ഞ അനുസരിച്ച് വൈറ്റ് ടൈഗർ ഗിൽഡിലെ ആൾക്കാരെല്ലാവരും ചേർന്നിട്ടാണ് നിന്നെ അവിടേക്ക് രക്ഷിക്കാൻ വന്നത്. പക്ഷെ അവർ പറഞ്ഞതുപോലെ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ജിൻവുവിന് ഇവർ പറഞ്ഞു കൊടുക്കുന്നു. എന്നിട്ട് അവർ ജിൻവുവിനോട് നീ പുറത്തേക്ക് വന്നതുകൊണ്ട് നീ റിയാവേക്കനിങ് ആവാനുള്ള സാധ്യതയുണ്ട്. അതായത് ഈ റിയാവേക്കനിങ് എന്താന്ന് വെച്ചാൽ ഒരു തവണ അവേക്കനായ ആൾക്കാർ ചിലപ്പോൾ വേണമെങ്കിൽ വീണ്ടും റിയാവേക്കനിങ് ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ റിയാവേക്കനിങ് ആയാൽ ഈ റാങ്കിൽ ഇരുന്ന ആളുടെ പവർ ചിലപ്പോൾ എസ് റാങ്കിലേക്ക് മാറാം. എന്നാൽ ഈ ഒരു റിയാവേക്കനിങ് അപൂർവമായിട്ട് സംഭവിക്കാറുള്ളൂ. ഇപ്പൊ ജിൻവു റിയാവേക്കനിങ് ആയോ എന്ന് അറിയാൻ വേണ്ടി അവന്റെ പവർ ലെവൽ ചെക്ക് ചെയ്ത് നോക്കുന്നു. എന്നാൽ അവന്റെ മാന ലെവലിൽ യാതൊരു വ്യത്യാസവും. അതുകൊണ്ട് അവർ രണ്ടുപേരും അവിടുന്ന് തിരിച്ചുപോയി. ഇപ്പൊ ജിൻവുവിനാവട്ടെ അവന്റെ മുൻപിലുള്ള നോട്ടിഫിക്കേഷൻ ഡിസ്പ്ലേ അത് അവന് മാത്രമേ കാണാൻ പറ്റുള്ളൂ എന്ന് അവന് മനസ്സിലായി. ആ ഒരു സ്ക്രീനിൽ അവന് തൊടാനും പറ്റും. ഈ സമയത്താണ് അവന്റെ അനിയത്തി ജീന അവിടേക്ക് വരുന്നത്. എന്നിട്ട് അവനെ ഒരുപാട് ചീത്ത പറയുന്നു. അപ്പോഴും ജിൻവുവിന്റെ അനിയത്തിക്ക് അവന്റെ മുൻപിലുള്ള സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല. അവന്റെ മുൻപിലുള്ള ആ സ്ക്രീനിനെ കുറിച്ച് അവന്റെ അനിയത്തിയോട് ചോദിക്കുമ്പോഴും അവൾക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ശേഷം ജിൻവു അവന്റെ മുൻപിൽ വന്നിരിക്കുന്ന ആ സ്ക്രീൻ മുഴുവൻ വായിച്ചു നോക്കുന്നു. അതിലുള്ളത് എന്താണെന്ന് വെച്ചാൽ അവന്റെ ഡെയിലി ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഓടണം, ചാടണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അത് ചെയ്തിട്ടില്ലെങ്കിൽ അവന് പെനാൽറ്റി ഉണ്ടാവും. അത് ചെയ്ത് കഴിഞ്ഞാൽ അവന് റിവാർഡ് കിട്ടും. ഇതൊക്കെ വായിച്ചിട്ടും ഒരു താല്പര്യമില്ലാതെ ജിൻവു പഴയതുപോലെ കിടക്കുന്നു. അടുത്ത സീനിൽ കാണിക്കുന്നത് മിസ്റ്റർ വു പ്രസിഡന്റ് ഗോയോട് അവർ കാണാൻ വന്ന ജിൻവുവിന് പവർ ഒന്നും കിട്ടിയിട്ടില്ല, അവന് യാതൊരു മാറ്റമൊന്നും കാണുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. സിറ്റിയിൽ ഇപ്പൊ ഒരു ഡഞ്ചൻ ഓപ്പൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഗിൽഡ് ലീഡർ ചോയ് ചാഹേനോട് അത് റെയ്ഡ് ചെയ്യാൻ പറയുന്നു. അതിന് ചാഹേൻ തനിക്കത് ലീഡ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ചോയ് ആവട്ടെ അത് അവളുടെ ഫസ്റ്റ് മിഷനായിട്ട് കൂട്ടിയാൽ മതി എന്ന് പറയുന്നു. ഇവിടെ ജിൻവു ആ സിസ്റ്റം പറഞ്ഞതുപോലെ ഡെയിലി ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്തതുകൊണ്ട് അത് അവനൊരു പെനാൽറ്റി കൊടുക്കുന്നു. അവനെ മറ്റൊരു സ്ഥലത്തേക്ക് ഒരു മരുഭൂമിയിലേക്ക് കൊണ്ടുപോയിട്ടു. ആ സ്ഥലത്താവട്ടെ അവനെ ഓടിക്കാൻ ഒരു വലിയ മോൺസ്റ്റർ ഉണ്ട്. ഇതാണ് അവന് കിട്ടിയ പെനാൽറ്റി. സോ ജിൻവു ഇപ്പോൾ ഒരു പ്ലെയർ ആണ്. അതുകൊണ്ട് അവന് ഡെയിലി കിട്ടുന്ന മിഷൻ അവൻ കംപ്ലീറ്റ് ചെയ്യണം. അതാണ് അവന്റെ ഡെയിലി ക്വസ്റ്റ്. ആ ഡെയിലി ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അവനൊരു പെനാൽറ്റി കിട്ടും, ഒരു ശിക്ഷ പോലെ. എന്നാൽ അത് സമയത്തിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്താൽ അവന് ഒരു റിവാർഡ് കിട്ടും. ഇപ്പൊ ജിൻവു അവന്റെ ആദ്യത്തെ ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്തതുകൊണ്ട് അവനിപ്പോ പെനാൽറ്റി കിട്ടി. പെനാൽറ്റി എന്താണെന്ന് വെച്ചാൽ ഈ മരുഭൂമിയിലൂടെ 4 മണിക്കൂർ ഓടണം. അവൻ ഓടിയിട്ടില്ലെങ്കിൽ ആ മോൺസ്റ്റർ അവനെ ഓടിക്കും. അങ്ങനെ 4 മണിക്കൂർ നിൽക്കാതെ ഓടിക്കഴിഞ്ഞപ്പോൾ അവനുണ്ടായിരുന്ന പഴയ സ്ഥലത്തേക്ക് തന്നെ അവനെ ആ സിസ്റ്റം കൊണ്ടുവന്നിട്ടു. അവനൊരു റിവാർഡും കിട്ടി. ശേഷം രാവിലെ അവനെ കാണാൻ വേണ്ടി അവിടേക്ക് ജോഹെ വരുന്നു. ആ സമയത്ത് ജിൻവു അവന്റെ ഡെയിലി മിഷൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓട്ടം, ചാട്ടം, അതുപോലെയുള്ള മിഷൻസ്. ജിൻവു അവന്റെ ഡെയിലി ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവൻ ആ സിസ്റ്റം 3 റിവാർഡ് കൊടുത്തു. അവൻ എന്ത് വേണമെങ്കിലും ചോദിക്കാം. അതുകൊണ്ട് ജിൻവു അവന്റെ ബോഡി മുഴുവൻ റിക്കവർ ആവണമെന്ന് പറയുന്നു. ഉടനെ അവന്റെ ബോഡി മുഴുവൻ റിക്കവർ ആവും. അടുത്തത് അവന് കിട്ടിയത് 2 എബിലിറ്റി പോയിന്റ് ആണ്. ശേഷം ജിൻവു റൂമിലേക്ക് വന്ന് അവന് ഡെയിലി ക്വസ്റ്റ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ കിട്ടിയ ഒരു ബോക്സ് തുറക്കുന്നു. ആ ബോക്സിൽ നിന്ന് അവന് കിട്ടിയത് ഒരു ചാവിയാണ്. ആ ചാവി എന്താണെന്ന് വെച്ചാൽ ഇൻസ്റ്റന്റ് ഡഞ്ചൻ തുറക്കാനുള്ള ഒരു ചാവിയാണത്. ജിൻവുവിന്റെ അമ്മയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ 4 വർഷങ്ങൾക്ക് മുമ്പ് അവന്റെ അമ്മയ്ക്ക് ഒരു അസുഖം ബാധിച്ചു. ഓരോ ഡഞ്ചനും ഓപ്പൺ ആവുമ്പോൾ അതിലെ മാന പവർ കാരണം ചില ആൾക്കാർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. എല്ലാവർക്കും അല്ല, കുറച്ച് ആൾക്കാർക്ക് മാത്രം, ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം. സോ അങ്ങനെയുള്ള ഒരു അസുഖമാണ് ജിൻവുവിന്റെ അമ്മയ്ക്ക് ബാധിച്ചത്. ഈ കാര്യമൊക്കെ ആലോചിച്ചെടുക്കുന്ന ജിൻവു അവന് കിട്ടിയ ചാവി കൊണ്ട് ആ ഇൻസ്റ്റന്റ് ഡഞ്ചൻ തുറക്കാൻ പോകുന്നു. അങ്ങനെ അവനൊരു സ്ഥലത്ത് വന്ന് ആ ചാവി എടുത്ത് നേടുമ്പോൾ അവിടെ അത് ഇടാനുള്ള ഒരു ഹോൾ വന്നു. അങ്ങനെ ജിൻവു ആ ചാവി എടുത്ത് ആ ഹോളിലേക്ക് ഇട്ടപ്പോൾ ആ ഇൻസ്റ്റന്റ് ഡഞ്ചൻ ഓപ്പൺ ആയി വന്നു. എന്നിട്ട് അവൻ അതിന്റെ അകത്തേക്ക് കയറിയപ്പോൾ ആ വാതിൽ പെട്ടെന്ന് ക്ലോസ് ആയി. കാരണം അവന് ഇനി കിട്ടുന്ന മിഷൻ തീർക്കാതെ അവന് പുറത്തേക്ക് പോകാൻ കഴിയില്ല. അവന്റെ മുൻപിൽ ഒരു സ്ക്രീൻ ഓപ്പൺ ആയി വന്നു. അതിലുള്ളത് ഈ ഡഞ്ചന്റെ അകത്തുള്ള ബോസിനെ കൊല്ലാതെ അവൻ ഇനി വീട്ടിലേക്ക് പോകാൻ കഴിയില്ല. ഒരു ഈ റാങ്ക് ബീസിനെ പോലും മര്യാദയ്ക്ക് കൊല്ലാൻ കഴിയാത്ത ഞാൻ എങ്ങനെ ഇവിടുത്തെ ബോസിനെ കൊല്ലാനാണ് എന്ന് ചിന്തിക്കുന്ന ജിൻവു അതിന്റെ അകത്തേക്ക് കയറി. പെട്ടെന്ന് അവനെ അറ്റാക്ക് ചെയ്യാൻ അവന്റെ മുൻപിലേക്ക് ഒരുപാട് ഗോബ്ലിൻസ് വരുന്നു. അങ്ങനെ ജിൻവു
ആ ഗോബ്ലിൻസിനെ മുഴുവൻ കൊന്നു. ശേഷം അവൻ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് ഒരു സ്റ്റീൽ ഫാങ് ലൈക്കൺ, അതായത് ഒരു കുറുക്കൻ, നേരത്തെ വന്ന ഗോബ്ലിനെക്കാട്ടിലും പവർഫുൾ ആയിട്ടുള്ള ഒരു ബീസ്റ്റ്. ആ ബീസ്റ്റ് വന്ന ഉടനെ ജിൻവുവിന്റെ കയ്യിലെ ആകെയുള്ള വെപ്പൺ അത് കടിച്ചു പൊട്ടിച്ചു. എന്നിട്ട് ആ വോൾഫ് വീണ്ടും അവനെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ പെട്ടെന്ന് ജിൻവു ചാടി മാറി അതിന്റെ മുഖത്തിനിട്ടൊരു പഞ്ച് കൊടുത്തു. എന്നിട്ടും ആ ഒരു വോൾഫ് നിർത്താതെ അവൻ അറ്റാക്ക് ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ അടുത്ത് നിന്ന് എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ട് ഓടിപ്പോകാൻ നോക്കുന്ന ജിൻവു പെട്ടെന്ന് ഇൻവെന്ററി എന്ന് പറയുന്നു. അപ്പൊ അവന്റെ മുൻപിൽ ഒരു പുതിയ സ്ക്രീൻ ഓപ്പൺ ആയി. ആ സ്ക്രീനിന്റെ അകത്തുള്ളത് കുറച്ച് വെപ്പൺസ് ആണ്. ഉടനെ ജിൻവു അതിന്റെ അകത്തുള്ള ഒരു കത്തി വലിച്ചൂരി ആ വോൾഫിനെ രണ്ടായിട്ട് വെട്ടിക്കൊന്നു. അപ്പൊ ജിൻവുവിന്റെ മുൻപിൽ ലെവലപ്പ് എന്ന് പറഞ്ഞ ഒരുപാട് സ്ക്രീൻ വരുന്നുണ്ട്. അതായത് ഒരു ഗെയിം പോലെ നമ്മൾ ഓരോ മിഷൻ തീർത്താൽ നമ്മൾ ലെവലപ്പ് ആവും. അങ്ങനെ ആ വോൾഫിനെ കൊന്നതോടെ ജിൻവു ലെവലപ്പായി. എന്നാൽ അവന്റെ അടുത്തേക്ക് വീണ്ടും 2 വോൾഫ് വരുന്നു. പെട്ടെന്ന് ജിൻവു നിലത്ത് കുടുങ്ങിയ കത്തി വലിച്ചൂരി അതിലെ ഒരു വോൾഫിനെ വെട്ടിക്കൊന്നു. അത് കണ്ട് കൂടെ ഉണ്ടായിരുന്ന വോൾഫ് പേടിച്ചോടി. ശേഷം ജിൻവു ആ സ്ക്രീനിൽ അവന്റെ ലെവൽ നോക്കി. അതിപ്പോ ലെവൽ 2 ആണ്. അവൻ ഇത്രയും ദിവസം ഡെയിലി ക്വസ്റ്റ് ചെയ്തിട്ട് ആ ലെവൽ ഇതുവരെ കൂടിയിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അവൻ ആ ബീസ്റ്റിനെ കൊന്നപ്പോ അവന്റെ ലെവൽ 2 ആയിട്ട് കൂടി. ഇപ്പൊ ജിൻവു അവൻ കൊന്ന ബീസ്റ്റിന് എസൻസ് സ്റ്റോൺ ഉണ്ടോ എന്ന് നോക്കുന്നുണ്ട്. പക്ഷെ അവൻ കൊന്ന ബീസ്റ്റിന് എസൻസ് സ്റ്റോൺ ഇല്ല. പകരം ആ സിസ്റ്റം അവന് കൊടുക്കുന്നത് ഒരു ഫാങ് ആണ്, ആ വോൾഫിന്റെ പല്ല്. ഇപ്പൊ ജിൻവുവിന്റെ മുൻപിൽ ഒരു സ്റ്റോർ ഓപ്പൺ ആയി. ആ സ്റ്റോറിന്റെ അകത്ത് അവന് വേണ്ട സാധനങ്ങൾ വിൽക്കാം. അപ്പൊ ജിൻവു അവന്റെ കയ്യിലുള്ള ആ ഫാങ് വിറ്റു. ആ ഫാങ് വിറ്റപ്പോ അവന് കിട്ടുന്നത് 20 ഗോൾഡ് ആണ്. സോ ഈ ഇൻസ്റ്റന്റ് ഡഞ്ചനും സാധാ പുറത്തുള്ള ഡഞ്ചനും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. ഇവിടെ എസൻസ് സ്റ്റോൺ കിട്ടില്ല, പകരം അവൻ കൊല്ലുന്ന ബീസ്റ്റിന്റെ എന്തെങ്കിലും സാധനം കിട്ടും. അത് വേണമെങ്കിൽ അവന് വിൽക്കാം, അത് വിറ്റിട്ട് പൈസ ഉണ്ടാക്കാം. ഇതൊരു ഗെയിമാണ്. ആ ഗെയിമിന്റെ അകത്ത് കളിക്കണം, കളിച്ച് മിഷൻ തീർക്കണം. മിഷൻ തീർത്ത് ഓരോന്ന് നമുക്ക് റിവാർഡ് ആയിട്ട് കിട്ടുമ്പോൾ നമുക്ക് ആ റിവാർഡ് വേണമെങ്കിൽ വിൽക്കാം, അത് വിറ്റ് പൈസ ഉണ്ടാക്കാം. ആ പൈസ വെച്ച് നമുക്ക് സോഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാം. പക്ഷേ ഈ ഗെയിം എങ്ങനെയാണ് ജിൻവുവിന് കിട്ടിയെന്ന് അറിയില്ല. എന്നാലും ജിൻവു ഇപ്പോൾ ഒരു പ്ലെയർ ആണ്. തുടർന്ന് ജിൻവു നിലത്ത് കിടക്കുന്ന കത്തിയെടുത്ത് അവിടെയുള്ള ഒരുപാട് ബീസ്റ്റിനെ കൊല്ലുന്നു. ഒപ്പം തന്നെ ഒരു കൂട്ടം സ്ക്രീനിൽ ഒരു കൂട്ടം ലെവലപ്പും കാണിക്കുന്നു. അതിന്റെ അവസാനം ജിൻവുവിന് വോൾഫ് അസാസിൻ എന്ന് പറയുന്ന ഒരു ടൈറ്റിൽ കിട്ടും. അങ്ങനെ ജിൻവു അവിടെയുള്ള എല്ലാ വോൾഫിനെയും കൊന്നു കഴിയുമ്പോൾ അവന്റെ ഇൻവെന്ററിയിൽ ഇപ്പോൾ മൊത്തം 34 ഫാങ്, 2 വോൺ ഡാഗർ, ഒരു ട്രാവലേഴ്സ് ക്ലോക്ക്, അതുപോലെ അവനൊരു ടെലിപ്പോർട്ടേഷൻ സ്റ്റോണും കിട്ടി. ഈ ടെലിപ്പോർട്ടേഷൻ സ്റ്റോൺ ഉപയോഗിച്ച് അവന് വേണമെങ്കിൽ വീട്ടിലേക്ക് തിരിച്ചു പോവാം. പക്ഷേ അവൻ ആ ടെലിപ്പോർട്ടേഷൻ സ്റ്റോൺ ഉപയോഗിക്കുന്നില്ല. കാരണം ഈ ഒരു അവസരം ഇനി കിട്ടില്ല, അവൻ ഏറ്റവും സ്ട്രോങ് ആവാനുള്ള ഒരു അവസരമാണിത് എന്ന് ചിന്തിക്കുന്ന ജിൻവു ആ സ്റ്റോൺ ഉപയോഗിക്കാതെ മുൻപിലേക്ക് നടന്നു പോകുന്നു. ഇതേ സമയത്ത് ഹണ്ടർ അസോസിയേഷൻ ഒരു ഡഞ്ചനിലേക്ക് പോവാൻ ഹീലേഴ്സ് കുറവാണെന്ന് പറഞ്ഞ് ജോഹിയെ വിളിക്കുന്നു. ഇവിടെ ജിൻവു ഓരോരോ ബീസ്റ്റിനെ കൊല്ലും തോറും അവറ്റങ്ങളുടെ പേരിന്റെ മുകളിലുള്ള കളർ മാറുന്നുണ്ട്. അതായത് ആ വോൾഫ് അവനെ ആദ്യമായിട്ട് അറ്റാക്ക് ചെയ്യാൻ വന്നപ്പോൾ അതിന്റെ പേരിന്റെ മുകളിലുണ്ടായിരുന്ന കളർ ചുമപ്പായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞ് വെള്ളയായിട്ട് മാറി. അതായത് ഒരു പക്ഷേ അവന്റെ പവർ കൂടുകയായിരിക്കും എന്ന് ജിൻവുവിന് തോന്നുന്നു. പേരിന്റെ മുകളിൽ വെള്ള കളറുള്ളത് സ്ട്രോങ് അല്ലാത്തത്, കുറച്ച് ചുമപ്പുള്ളതാണ് സ്ട്രോങ് ആയിട്ടുള്ള ബീസ്റ്റ്. ഇതൊക്കെ മനസ്സിലാക്കുന്ന ജിൻവു അവസാനം നടന്നു ചെന്ന് ആ ഡഞ്ചനിലെ ബോസിന്റെ അടുത്തേക്ക് എത്തി. ഒരു വലിയൊരു പാമ്പ്. ആ പാമ്പ് ജിൻവുവിനെ ഒരുപാട് അറ്റാക്ക് ചെയ്യുന്നു. അറ്റാക്ക് കിട്ടുന്ന ജിൻവുവിന് എങ്ങനെ ഇതിനെ കൊല്ലും, അതിന്റെ പുറത്ത് കട്ടിയുള്ള ഷീൽഡ് ഉണ്ട്, എനിക്ക് കൊല്ലാൻ കഴിയില്ല എന്നൊക്കെ വിചാരിക്കുന്നു. പക്ഷെ പോകെ പോകെ അവൻ സ്ട്രോങ് ആയിട്ട് മാറുന്നത് അവന് തന്നെ മനസ്സിലായി. ഇത്രയും നാളും അവൻ വീക്കായിരുന്നു. ഒരുപാട് പേര് അവനെ കളിയാക്കി, ഒരുപാട് പേര് അവനെ കുറ്റപ്പെടുത്തി. ഈ പാമ്പിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള ഒരു സ്റ്റാച്ചുവിനെ തോൽപ്പിക്കണമെങ്കിൽ അവൻ അതിനേക്കാളും പവർഫുൾ ആവണം. പക്ഷെ ആ സ്റ്റാച്ചുവിന്റെ അത്രയൊന്നും പവർ ഈ പാമ്പിനില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ജിൻവു അവന്റെ അടുത്തുള്ള കത്തി ഉപയോഗിക്കാതെ അവന്റെ 2 കൈ കൊണ്ട് ആ പാമ്പിനെ അതിന്റെ കഴുത്തിൽ ഞെക്കി പിടിച്ച് അതിനെ ഞെരുക്കി കൊന്നു കളഞ്ഞു. ജിൻവു അതിനെ കൊന്നതുകൊണ്ട് അവനൊരു പുതിയ കത്തി കിട്ടി, ആ ബീസ്റ്റിന്റെ പല്ല് വെച്ചുണ്ടാക്കിയ കത്തി. അത് മാത്രമല്ല ആ പാമ്പിന്റെ പോയിസണും അവന് കിട്ടി. പാമ്പിന്റെ പല്ല് കൊണ്ടുണ്ടാക്കിയ കത്തി C റാങ്ക്, അതിന്റെ പോയിസൺ ആണെങ്കിൽ A റാങ്ക്. ഇങ്ങനെ ആ പാമ്പിനെ കൊന്നതിലൂടെ അവന് 2 റിവാർഡ് കിട്ടി. അതുപോലെ അവൻ ആ ഡഞ്ചനിലെ ബോസിനെ കൊന്നതുകൊണ്ട് അവനിപ്പോ അതിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നു. അങ്ങനെ പുറത്തേക്ക് നടന്നു വരുന്ന ജിൻവു ഇപ്പൊ അവിടെ ആരെയും കാണുന്നില്ല. അപ്പൊ അവന്റെ അടുത്തേക്ക് ഒരു ഓഫീസർ വരുന്നു. അയാൾ അവനോട് അവിടെ നിന്ന് പോകാൻ പറയുമ്പോഴാണ് അവന്റെ കയ്യിലുള്ള കത്തി കണ്ട് അവനൊരു ഹണ്ടർ ആണെന്ന് അയാൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് അയാൾ അവനോട് സോറി പറഞ്ഞ് അവനെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു. കാരണം നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഡഞ്ചൻ ബ്രേക്ക് ആയി. അതിന്റെ അകത്ത് നിന്ന് ഒരുപാട് ബീസ്റ്റ് പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്ന ഏറെക്കുറെ ഒരുപാട് ബീസ്റ്റിനെ അവർ കൊന്നു. പക്ഷേ കൂട്ടത്തിലെ ഒരു വലിയ ബീസ്റ്റ് മാത്രം ഇനി ബാക്കിയുണ്ട്. നടന്നു പോകുന്ന ജിൻവുവിന് ആ വലിയ ബീസ്റ്റ് എവിടെയാണെന്ന് അവന്റെ സെൻസ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആ വലിയ ബീസ്റ്റിന്റെ അടുത്ത് ഒരുപാട് ഹണ്ടേഴ്സ് അതിനെ കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവരുടെ ആ ടീമിന് അധികം പവർ ഇല്ല. ഒട്ടുമിക്ക എല്ലാവരും കുറഞ്ഞ റാങ്കിലുള്ള ആൾക്കാരാണ്. അതുകൊണ്ടാണ് അവർക്ക് അതിനെ കൊല്ലാൻ കഴിയാത്തത്. ഇപ്പൊ അവിടേക്ക് വരുന്ന ജിൻവു അവിടെയുള്ള ജോഹിയെ കണ്ടു. അവൾക്കാണെങ്കിൽ കഴിഞ്ഞ സംഭവത്തെ തുടർന്ന് ഒരുപാടൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അവളുടെ ആ പേടി ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. ഇപ്പൊ ഇതൊക്കെ പുറകിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ജിൻവു ഇതൊരു D റാങ്ക് ബോസ് ആണ്, ഞാൻ കൊന്ന ബോസിനേക്കാളും പവർ കുറഞ്ഞത് എന്ന് പറഞ്ഞ് അവന്റെ കയ്യിലുള്ള പൊട്ടിയ കത്തി കൊണ്ട് ആ ബീസ്റ്റിന്റെ തലയിലേക്ക് എറിഞ്ഞ് അതിന്റെ തല പൊളിക്കുന്നു. അങ്ങനെ ജിൻവുവിന്റെ ഒരു ഒറ്റ ഏറുകൊണ്ട് ആ D റാങ്ക് ഡഞ്ചൻ ബോസ് ചത്തു. അത് കാണുന്ന അവിടെയുള്ള ഒരു ഹണ്ടറിന് വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം അവർക്ക് അതിനെ കൊല്ലാൻ കഴിയില്ലെന്ന് അവർക്കറിയാം. എന്നിട്ട് അവിടെ വീണ് കിടക്കുന്ന ആ കത്തി കണ്ട് അവിടെയുള്ള ഓഫീസറിനോട് ആ കത്തി ആരുടേതാണെന്ന് ചോദിക്കുന്നു. അതിന് ആ ഓഫീസർ ആവട്ടെ ജിൻവുവിന് കാണിച്ചു കൊടുക്കാൻ പോകുമ്പോൾ അവിടെ ജിൻവുവിനെ കാണാനില്ല. അപ്പോഴേക്കും ജിൻവു അവിടെ നിന്ന് തിരിഞ്ഞുപോയി. അവൻ പോകുന്നത് ജോഹെ കാണുന്നുണ്ട്. ശേഷം ജിൻവു ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആവുന്ന ദിവസം ആ ഹോസ്പിറ്റലിലുള്ള ഒരു നഴ്സ് മറ്റൊരു നഴ്സിനോട് ജിൻവുവിന്റെ ശരീരം മുഴുവൻ ഇത്രയും ദിവസത്തിനുള്ളിൽ ഒരുപാട് മാറി എന്ന് പറയുന്നു. ജിൻവുവിന്റെ ബോഡി പണ്ടത്തതുപോലെയല്ല, അവൻ വർക്കൗട്ട് ചെയ്ത് അവന്റെ ബോഡി ഒരുപാട് മാറിയിട്ടുണ്ട്, അവൻ കൂടുതൽ ഹാൻസം ആയിട്ടുണ്ടെന്ന രീതിയിൽ ആ നഴ്സ് മറ്റേ നഴ്സിന് പറഞ്ഞു കൊടുക്കും. അത് കേൾക്കുന്ന ആ നഴ്സ് ആവട്ടെ ജിൻവുവിന്റെ റൂമിലേക്ക് എത്തി അവനെ കണ്ടു. ജിൻവുവിന്റെ ബോഡിയും അവന്റെ മസിലും കണ്ട് അവർക്ക് തന്നെ നാണം വന്നു. എന്നിട്ട് അവർ ജിൻവുവിനോട് അവന്റെ ഡിസ്ചാർജ് ഇന്നാണെന്ന് പറഞ്ഞിട്ട് അവന്റെ കോൺടാക്ട് നമ്പർ തരുമെന്ന് പറഞ്ഞ് ചോദിക്കുന്നു. എന്തിനാണെന്ന് നമുക്കറിയാം. എന്നാൽ അത് കേട്ട ജിൻവുവിന് എന്തെങ്കിലും ടെസ്റ്റ് റിപ്പോർട്ട് അയക്കാനാവുമെന്ന് വിചാരിച്ച്
വെച്ച് അവൻ അവർക്ക് തന്റെ കോൺടാക്ട് ഇൻഫർമേഷൻ കൊടുത്തു. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് കൊറിയയിലെ 7 എസ്ട്രാങ് ഹണ്ടേഴ്സിലെ ഒരു എസ്ട്രാങ് ഹണ്ടറിന്റെ ഇന്റർവ്യൂ കണ്ടിരിക്കുന്ന ജിൻവുവിന്റെ അനിയത്തിയാണ്. ജിൻവുവിന്റെ അനിയത്തി എന്നിട്ട് സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് ജിൻവുവിന്റെ ബോഡിയിലെ മാറ്റം കണ്ട് അവൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. അതിന് ജിൻവുവും ചെറുതായിട്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അവന്റെ അനിയത്തി സ്കൂളിലേക്ക് പോയതിനു ശേഷം ജിൻവു അവന്റെ ഇപ്പോഴുള്ള സ്റ്റാറ്റസ് നോക്കുന്നു. അവന്റെ ലെവൽ ഇപ്പോൾ 2 നിന്ന് 18 ആയി. അതുപോലെ അവന്റെ സ്റ്റാമിന, വൈറ്റിലിറ്റി, അജിലിറ്റി, ഇന്റലിറ്റി എന്ന് തുടങ്ങി അവന്റെ ബോഡിയിലുള്ള മുഴുവൻ കാര്യം അതിൽ കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ജിൻവു അവന് കിട്ടുന്ന റിവാർഡ് അനുസരിച്ച് കൂട്ടി കൊണ്ടുവരണം. ഇപ്പൊ ജിൻവുവിനെ അവന്റെ വീടിന്റെ ഓണർ അവൻ ആ മാസത്തെ റെന്റ് കൊടുത്തിട്ടില്ലാത്തതുകൊണ്ട് അവനെ വിളിച്ചു. അതുകൊണ്ട് ജിൻവുവിന് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കി ആ മാസത്തെ റെന്റ് കൊടുക്കണം. അത്രയും പൈസ പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ അവനൊരു കൂടിയ റാങ്കുള്ള ഗേറ്റിലേക്ക് പോകണം. പക്ഷെ അവനൊരു ഈ റാങ്ക് 100 ആയതുകൊണ്ട് അവനെ വലിയ ഗേറ്റിലേക്കൊന്നും ആരും കൊണ്ടുപോയില്ല. അതുകൊണ്ട് എങ്ങനെ പൈസ ഉണ്ടാക്കുമെന്ന് ചിന്തിച്ചിരിക്കുന്ന ജിൻവുവിനെ ഹങ് ഡോങ്സുക് എന്ന് പറയുന്ന ഒരാള് ഒരു സി റാങ്ക് ഡഞ്ചൻ റെയ്ഡ് ചെയ്യാൻ അവനെയും കൂടെ വിളിക്കുന്നു. അങ്ങനെ ഡെയിലി മിഷൻ ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് ജിൻവു ആ സ്ഥലത്തേക്ക് എത്തി. അവർ കുറച്ച് സി റാങ്ക് ഹണ്ടേഴ്സും ബാക്കി കുറച്ച് ഡി റാങ്ക് ഹണ്ടേഴ്സും ആണുള്ളത്. അതിലെ ഒരു ഡി റാങ്ക് ഹണ്ടർ ഒരു പയ്യൻ, അവന്റെ പേര് യു ജിൻഹോ. അവൻ ഇട്ടിരിക്കുന്നത് വില കൂടിയ വെപ്പൺസും ഗിയേഴ്സും ഒക്കെയാണ്. അവനെ കാണുന്ന ജിൻവുവിനാവട്ടെ അവനൊരു പണക്കാരൻ വീട്ടിലെ പയ്യനാണെന്ന് മനസ്സിലായി. എന്നാലും ആളൊരു പാവമാണ്. ശേഷം ജിൻവു അതിന്റെ അകത്തേക്ക് കയറാനുള്ള കോൺട്രാക്ട് ഒക്കെ സൈൻ ചെയ്ത് ആ ഡഞ്ചന്റെ അകത്തേക്ക് അവരുടെ മുഴുവൻ ആൾക്കാരുടെയും സാധനങ്ങളൊക്കെ എടുത്തു പോകുന്നു. അങ്ങനെ ഉള്ളിലേക്ക് പോകുന്ന ജിൻവു ജിൻഹോയ്ക്ക് ഗ്ലോ സ്റ്റോൺസിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നു. ഗ്ലോ സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ ഓരോ ഡഞ്ചനിലും പ്രകാശം പരത്തുന്നത് ഈ ഗ്ലോ സ്റ്റോൺസ് ആണ്. ഇപ്പൊ അകത്തേക്ക് എത്തിയ ജിൻവു ബാക്കിയുള്ള ആൾക്കാരും അവിടെയുള്ള ബീസ്റ്റുകളെ അറ്റാക്ക് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നു. പക്ഷെ അവറ്റങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയുന്നില്ല. അപ്പൊ ജിൻവു ആ സൗണ്ട് ശ്രദ്ധിച്ച് കേട്ട് അവറ്റങ്ങൾ മുകളിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ മുകളിൽ നിന്ന് അറ്റാക്ക് ചെയ്യുന്ന ആ ബീസ്റ്റുകളെ അവരെല്ലാവരും ചേർന്ന് കൊന്നു. പക്ഷെ അവരിതുവരെ ഈ ഡഞ്ചനിലെ ബോസിനെ കൊന്നിട്ടില്ല. അതുകൊണ്ട് അവരെല്ലാവരും വീണ്ടും അകത്തേക്ക് പോകുന്നു. അങ്ങനെ അവര് മുഴുവൻ മാന ക്രിസ്റ്റൽസ് നിറഞ്ഞു കിടക്കുന്ന ഒരു ഗുഹ കണ്ടുപിടിച്ചു. അതിന്റെ അകത്തുള്ള മുഴുവൻ മാന ക്രിസ്റ്റൽസ് വിറ്റാൽ അവർക്ക് ഒരുപാട് പൈസ കിട്ടും. എന്നാൽ അവർക്ക് അത് എടുക്കണമെങ്കിൽ അതിന്റെ അകത്തുള്ള ആ വലിയ ബോസിനെ അവർ കൊല്ലണം. അപ്പൊ ജിൻഹോ ജിൻവുവിന്റെ കയ്യിലുള്ള കോൺട്രാക്ട് വാങ്ങി വായിച്ചിട്ട് ഈ മാന ക്രിസ്റ്റൽസിൽ നിന്ന് കിട്ടുന്ന ഒരു പങ്ക് അത് ജിൻവുവിനും കൊടുക്കണമെന്ന് ഡോങ്സുക്കിനോട് പറഞ്ഞു. അത് കേട്ട് ഡോങ്സുക്ക് ആവട്ടെ അവൻ അതിന്റെ ഒരു പങ്ക് തീർച്ചയായിട്ടും കൊടുക്കാം. എന്നിട്ട് അവരെ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ പുറത്തുനിന്ന് എടുക്കാനുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പോയി വരുന്നത് വരെ നിങ്ങൾ ഇതൊക്കെ നോക്കി നിൽക്ക് എന്ന് പറഞ്ഞ് അവർ പുറത്തേക്ക് പോകുന്നു. ഇതൊക്കെ കാണുന്ന ജിൻവുവിന് അത് അത്ര ശരിയായിട്ട് തോന്നുന്നില്ല. അപ്പൊ പുറത്തേക്ക് പോയ ആൾക്കാർ അതിന്റെ അകത്തേക്ക് കയറാനുള്ള ഭാഗം അറ്റാക്ക് ചെയ്ത് അവിടെ തകർത്ത് താഴെ ഇട്ടു. അതായത് ജിൻവുവിനെയും ജിൻഹോയെയും അവർ പറ്റിച്ചു. ജിൻവു നേരത്തെ സൈൻ ചെയ്ത് കൊടുത്ത കോൺട്രാക്റ്റിൽ അവൻ ഇവിടെ വെച്ച് എന്ത് സംഭവിച്ചാലും അതിൽ യാതൊരു പങ്കും അവർക്കില്ല, അല്ലെങ്കിൽ അവൻ ഇവിടെ വെച്ച് എന്ത് സംഭവിച്ചാലും അതിൽ യാതൊരു പ്രശ്നവുമില്ല എന്നാണ് ആ കോൺട്രാക്റ്റിൽ എഴുതിയിട്ടുള്ളത്. അവരെന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ അതിന്റെ അകത്ത് നിന്ന് എന്ത് കിട്ടുന്നോ അത് മുഴുവൻ അവർക്ക് കിട്ടും. അത് ജിൻവുവിനും ജിൻഹോയ്ക്കും പങ്ക് വെച്ച് കൊടുക്കണ്ട. അതുപോലെ ആ ഡഞ്ചനിലെ ബോസ് ബീസ്റ്റ് അത് ഇവർ രണ്ടുപേരെയും കൊല്ലും. എന്നിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങും. അപ്പൊ ഇവർക്ക് വന്ന് അതിനെ അറ്റാക്ക് ചെയ്ത് കൊന്ന് അവിടെയുള്ളതെല്ലാം എടുക്കാം. അതുപോലെ ജിൻഹോയുടെ വില കൂടിയ ഗിയേഴ്സും അവർക്ക് മോഷ്ടിക്കാം എന്ന് പറഞ്ഞിട്ടാണ് അവർ ജിൻവുവിനെയും ജിൻഹോയെയും അതിന്റെ അകത്ത് മരിക്കാൻ വേണ്ടി കുടുക്കിയത്. അവരെല്ലാവരും ചേർന്ന് ചതിച്ചത്. ഇപ്പൊ ഇവിടെ ജിൻവുവിന്റെ അടുത്ത് ആ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ബീസ്റ്റ് അവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റു. അപ്പൊ മറ്റൊരു വഴി ഇല്ലാത്തതുകൊണ്ട് ജിൻവു അതിന്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ അവന്റെ കത്തി പുറത്തെടുക്കുകയാണ്.